കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 8-ാം പ്രതി ദിലീപ് എത്തിയപ്പോൾ വിചാരണ കോടതി ജഡ്ജി എണീറ്റ് നിന്നുവെന്ന പരാമർശത്തിൽ മത്സ്യത്തൊഴിലാളി ഐക്യവേദി നേതാവ് ചാൾസ് ജോർജിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ അധിക്ഷേപിച്ചുള്ള പ്രതികരണത്തിൽ കേസെടുക്കും. കേസെടുക്കാൻ എറണാകുളം സെൻട്രൽ പോലീസിന് എറണാകുളം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ ഒരു കേസെടുക്കാൻ നിർദ്ദേശം നൽകുന്നതിന് നയിച്ച സംഭവം, കാരണങ്ങൾ, സാഹചര്യം എന്താണ്? കോടതി അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചാൾസ് ജോർജിനെതിരെ കേസെടുക്കാനായിട്ട് എറണാകുളം സെൻട്രൽ പോലീസിന് എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിന്റെ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നതിന് ശേഷം അവരുടെ ശിക്ഷ പ്രസ്താവിച്ചതിന് തൊട്ട് പിന്നാലെ പുറത്തിറങ്ങി ഒരു മാധ്യമത്തിനോട് സംസാരിച്ച സമയത്താണ് ഈ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തിയത്. അതായത് കേസിലെ 8-ാം പ്രതിയായിട്ടുള്ള ദിലീപ് കോടതിക്ക് അകത്തേക്ക് വന്ന സമയത്ത് ജഡ്ജിയായിട്ടുള്ള ഹണിയം വർഗീസ് എഴുന്നേറ്റ് നിന്നു എന്നുള്ളതായിരുന്നു ആ വിവാദപരമായിട്ടുള്ള പരാമർശം. അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്കിടയാക്കി, പല രീതിയിൽ അത് ഷെയർ ചെയ്യപ്പെട്ടു പോയി. ഈ ഒരു സംഭവത്തിൽ ഒരു അഭിഭാഷകനാണ് കോടതിയെ സമീപിച്ചത്. ഒരു സ്വകാര്യ അന്യായം, ഒരു പരാതി നൽകിക്കൊണ്ടാണ് ഇക്കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടത്. എന്തായാലും കോടതി ഇക്കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, എറണാകുളം സെൻട്രൽ പോലീസ് ഈ പരാമർശം നടത്തിയ ചാൾസ് ജോർജ് എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി ഐക്യവേദിയുടെ നേതാവാണ്. ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാനായിട്ട് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പോലീസ് കൃത്യമായിട്ട് ഈ ബന്ധപ്പെട്ട കോടതിയെ അറിയിക്കുകയും വേണം. എന്തായാലും അഭിഭാഷകൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഇടപെടലും നടപടിയും ഉണ്ടായിരിക്കുന്നത്. സുരേഷ്.